ഹലോ, വെൽക്കം ടു ദി ഷോ. മീരയുടെ വെൽക്കം കേട്ടല്ലോ. ഞാൻ എപ്പോഴും റിമി ചേച്ചിയോട് ചോദിക്കണം എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളൊരു എന്താണ് ഈ തടിയുടെ രഹസ്യം? എന്താണ് ഈ ചാമിന്റെ രഹസ്യം? ഈ എനർജിയുടെ രഹസ്യം ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇന്ന് ആ സത്യം നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോവുകയാണ്. ഒരു പക്ഷേ ഞാൻ പാടി തുടങ്ങിയ സമയം തൊട്ട് ഇത് തന്നെയാണ് കൊച്ചു വെച്ച് അടക്കം വന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. ഞാൻ പറയും, ചിലർ പറയുന്നത് പാരമ്പര്യമായിരിക്കും, രാവിലെ ഇഡ്ഡലി കഴിക്കുന്നു. അതൊന്നല്ല, അമ്മ വഴി കിട്ടിയതാണ്, അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു രക്ഷപ്പെടും. പക്ഷെ എനിക്ക് തന്നെ അടുത്ത് ഇതിനൊരു ഉത്തരം പറയണ്ടേ. ഒടുവിൽ ഞാനൊരു ഉത്തരം കണ്ടെത്തി. അതെ, ആ രഹസ്യം റിമി ടോമി ഈ ചാറ്റ് ഷോയിലൂടെ വെളിപ്പെടുത്തുകയാണ് മീരയുടെ സാന്നിധ്യത്തിൽ. Boost is a secret of my energy. ഞാൻ എണീറ്റ് ഓടൂട്ടോ എവിടെ ഈശ്വര. എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലെങ്കിലും ബൂസ്റ്റും ബോൺവിറ്റയും മാൾട്ടോ വൈയും ഒക്കെ കാര്യങ്ങളൊക്കെ. ഞാൻ വിചാരിച്ചു, അതാണ് ഞാൻ ഇഡ്ലിയുടെ കാര്യം ചോദിച്ചത്. അല്ല, ചോറ് നന്നായി തിന്നും. ചോറ് അത് ചീത്ത സ്വഭാവമാണെങ്കിൽ സാധാരണ ചോറ് കഴിച്ചാൽ ഉറങ്ങുന്നു കേട്ടിട്ടുണ്ട്. ഇതെങ്ങനെ എനർജി വരും? അല്ല, എനിക്ക് ഭയങ്കര ക്ഷീണം വരും. പക്ഷെ ഞാൻ പരിപാടി സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഉറക്കം വരില്ല. പക്ഷെ എൻ്റെ വേറെ സത്യത, എന്നെ അടുത്തറിയുന്നവർക്ക് അറിയത്തുള്ളൂ, സ്റ്റേജിൽ മാത്രമേ ഞാൻ ഉറങ്ങാത്തുള്ളൂ. ബാക്കി ഫുൾ ടൈം ഞാൻ ഉറക്കുക. രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് വരെ എന്നെ വിളിച്ച ആർക്കും കിട്ടിയല്ല. 2 മണിക്ക്. പക്ഷെ അത് കാര്യമുണ്ട് കേട്ടോ. കാരണം എപ്പോഴും ഈ ഓട്ടോ അല്ലേ, രാത്രി വരെ വെളുപ്പാങ്കാലത്ത് നൈറ്റ് ഡ്യൂട്ടി ആണല്ലോ കൂടുതലും. ഞാനും അങ്ങനെ അറിയും ചേച്ചി. എനിക്കും എപ്പോഴും ഉറക്കുക. വീട്ടിലാണെങ്കിൽ എല്ലാവരും എപ്പോഴും പറച്ചില് ഇങ്ങനെ, എന്തിനാ ഇങ്ങനെ എപ്പോഴും ഉറക്കം, 24 മണിക്കൂർ ഉറക്കമാണല്ലോ. ഞാൻ പറയും, ചില സമയം വീട്ടിലിരിക്കുമ്പോ നമുക്ക് വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴല്ലേ ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷെ വേറെ കാര്യമുണ്ട്, മീരയെ സംബന്ധിച്ച് ഉറങ്ങിയാലും അങ്ങനെ ശരീരം വണ്ണം വെക്കുന്നതൊന്നുമല്ല. ഉറങ്ങിയാലും ചേച്ചി ഉറങ്ങുന്നോണ്ടാണോ ശരീരം വണ്ണം വെക്കുന്നത്? അങ്ങനെ പറയുന്നത് കേൾക്കാം കേട്ടോ. എപ്പോഴും ഒത്തിരി കിടന്ന് ഉറങ്ങിയാലും വണ്ണം വെക്കുമെന്ന് പറയണ കേൾക്കാം. ചോറ് കഴിച്ചാലും വണ്ണം വെക്കും, അതുണ്ട് കേട്ടോ, അത് സത്യം. അപ്പൊ നമ്മൾ ചോറ് ഉറക്കം എന്നുള്ള സബ്ജക്റ്റിൽ വിട്ടിട്ട് ഞാൻ ആദ്യം പാടിയ പാട്ട് ശ്രദ്ധിച്ചില്ല, അത് മീരയ്ക്ക് വേണ്ടിയുള്ള പാട്ടായിരുന്നു. മീരയ്ക്ക് എനിക്ക് തോന്നുന്നത് ഏതൊരു പെൺകുട്ടികളുടെയും പ്രത്യേകിച്ച് യങ് ജനറേഷന്റെ ഒരു ആഗ്രഹമാണ് പൃഥ്വിരാജിന്റെ കൂടെ ഒന്ന് അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത്. അത്രയും ഒരു എന്താ പറയാ, ഒരു ആഗ്രഹമുണ്ടോ? സത്യം എനിക്കല്ല. ചേച്ചി ആ പടത്തിലേക്ക് വിളിച്ചതല്ലായിരുന്നു, പുതിയ മുഖത്തിലേക്ക്. ഞാൻ പറയാം, ഞാൻ ഇനി ഒരു രഹസ്യം വെളിപ്പെടുത്തട്ടെ. ഇത് റിമി ചേച്ചീനെ പുതിയ മുഖം എന്ന് പറയുന്ന സിനിമയിലേക്ക് വിളിച്ചതാണ്. പക്ഷെ റിമി ചേച്ചി വന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ഒരു പടത്തിന്റെ കാര്യമല്ലേ അറിഞ്ഞോളൂ, എന്തോ. പക്ഷെ ഞാൻ ആ പടത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ അറിഞ്ഞു. അല്ല, എനിക്ക് റിമി ചേച്ചി ചെയ്തിരുന്നെങ്കിൽ ആ ക്യാരക്ടർ അത് എവിടെ എത്തിയനെന്ന് അറിയോ? അത് എവിടെ എത്തിയനെന്ന് ഞാൻ കണ്ടു. അതല്ല മോളെ, ഈ എന്താ റിമി ചേച്ചി അഭിനയിക്കാത്തെ? എനിക്കറിയത്തില്ല. അത് ഞാൻ പറയണ, നിങ്ങളെ പോലെ കരയാനും ഇങ്ങനെ പിന്നെ ഞാനും ഒന്നും അറിഞ്ഞോണ്ടൊന്നും അല്ല ഇപ്പൊ എല്ലാം അറിയാന്നല്ല ഞാൻ പറയണത്. എനിക്കത് എന്ന് വെച്ചാൽ ഒന്നാമത് എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു ജോലിയിൽ തന്നെ എനിക്ക് അത്യാവശ്യത്തിന് പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ പൃഥ്വിരാജിന്റെ ഇവിടെ അതും ഒത്തിരി നാള് കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ, തുടക്കത്തിൽ തന്നെ കിട്ടിയ ചാൻസ് അല്ലേ അല്ലേ? അപ്പൊ ആ പാട്ടും എന്നെ മീര ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. മൊബൈലിൽ ഈ പാട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഇറങ്ങണതിന് മുമ്പ് ചേച്ചി ഭയങ്കര ഹിറ്റ് ആവും ഈ പാട്ട്, റെക്കോർഡ് ആ പാട്ട് കേൾപ്പിച്ചായിരുന്നു. നല്ല വിഷ്വലൈസ് ചെയ്തേക്കുന്നു, നല്ല സുന്ദരിയായിരിക്കുന്നു അതിൻ്റെ അകത്ത് ആ ഡ്രസ്സില്. മീരയുടെ ഒരു സ്വപ്നമായിരിക്കും എന്തായാലും രജനീകാന്തിന്റെ കൂടെയും കമലഹാസന്റെ കൂടെയും അഭിനയിക്കാന്ന് പറ്റുന്ന ഒരു സ്വപ്നമല്ലേ? ഞാനൊന്നും അങ്ങനെ സ്വപ്നം കാണാറില്ല. കിട്ടില്ലെന്ന് ഉറപ്പായോണ്ടാണ്. പക്ഷേ കമൽ സാറിന്റെ കൂടെയും രജനി സാറിന്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ എല്ലാവരുടെ ഉള്ളില് എന്തെങ്കിലും ഒരു ഡ്രീം ആയിട്ട് കിടപ്പുണ്ടാവും അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഒന്നും അങ്ങനെ ആഗ്രഹിക്കാത്ത കൂട്ടത്തിലാണ്. കാരണം ആഗ്രഹിച്ചിട്ട് നമുക്കത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര, പക്ഷെ ആഗ്രഹിക്കാതെ നമുക്ക് ചാൻസസ് കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. ആഗ്രഹിക്കാതെ വരട്ടെ എന്നാ ഞാൻ ആഗ്രഹിക്കുന്നത്. തമിഴിൽ കണ്ട സിനിമകളിൽ വെച്ചിട്ടൊക്കെ മനസ്സിൽ ഒത്തിരി തങ്ങി നിന്ന് അല്ലെങ്കിൽ നല്ല കഥാപാത്രം കുറെ സിനിമകൾ ഉണ്ടാവും, എന്നാലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന കഥാപാത്രങ്ങളുള്ള സിനിമകൾ പെട്ടെന്ന് ഓർക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ഒന്നും അങ്ങനെ കഥാപാത്രങ്ങൾ ഞാനത് ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റി അങ്ങനെ ഒന്നും ആഗ്രഹിക്കാറില്ല. നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ചെയ്ത പടങ്ങൾ ഞാനൊക്കെ തന്നെയാണല്ലോ എന്ന് ഓർക്കാറുണ്ടോ? അല്ലെ, ചെയ്ത പടങ്ങൾ ഞാൻ തന്നെയാണല്ലോ എന്ന് ഓർക്കാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു പാട്ട് കേൾക്കേണ്ട സമയമായി എനിക്ക്. ശരി, ഞാൻ പാടിത്തരാം കേട്ടോ.